ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ അനുഗ്രഹത്തിൻ്റെ കൊടക്കീഴിലാണ് കർത്താവ് നമ്മളെ എല്ലാവരെയും നിർത്തിയിരിക്കുന്നത്. ഈ കുടയുടെ കീഴിൽ സാധാരണ ഒരു കുട പിടിക്കുമ്പോൾ ഇപ്പം മഴക്കാലമൊക്കെയാണ് കേരളത്തിൽ, അപ്പം ഞങ്ങൾക്ക് മനസ്സിലാവും, കേരളത്തിലുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാകും. കുട പിടിച്ച് കഴിയുമ്പോൾ മഴയിൽ നിന്നൊരു സംരക്ഷണം കിട്ടുക, അറ്റ്ലീസ്റ്റ് നമ്മുടെ തലയുടെ ഭാഗമെങ്കിലും തോള് വരെയുള്ള ഭാഗമെങ്കിലും നനയാതിരിക്കും അല്ലേ. ഒരു വലിയൊരു സംരക്ഷണം നമുക്ക് അവിടെ കിട്ടുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഒരു കൊട കീഴിലാണ് കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നത്. അത് വെയിലാകട്ടെ, മഴയാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളാകട്ടെ, ജീവിതത്തിൽ നേരിടുന്ന മറ്റേതെങ്കിലും പ്രതിസന്ധികളാകട്ടെ, ദൈവം നിങ്ങളെ കർത്താവിൻ്റെ കൃപയുടെ ഒരു കൊടയുടെ കീഴിൽ പിടിച്ചിരിക്കുക. എത്ര പേരത് കാണുന്നുണ്ട്? നിങ്ങളുടെ മുകളിൽ ഇങ്ങനെ ഒരു കൊട നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കൊടയുടെ കീഴിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാവരും നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ദോഷവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തോട് അടുത്ത് വരികയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? നിങ്ങൾ ആ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിങ്ങൾ വസിക്കുന്നത് കൊണ്ടാണ്. ആ കൊടയുടെ കീഴിൽ ഇരിക്കുന്നത് പോലെ ഒരു സംരക്ഷണം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇതൊന്നും സംഭവിക്കുക. ഇത് വിശ്വസിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും അത് ഏറ്റു പറയുക. അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ നിങ്ങളെ നോക്കി വീണ്ടും പറയുകയാണ്, നിങ്ങൾ ദൈവകൃപയുടെ കുടയുടെ കീഴിലാണ്. ഒരനർത്ഥവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല, ഒരു ബാധയും നിങ്ങളുടെ വീടിനോട് അടുത്ത് വരികയില്ല. എത്ര പേർ ആമേൻ പറഞ്ഞത് സ്വീകരിക്കുന്നുണ്ട്? അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഉണ്ട്, കോ സ്പോൺസേഴ്സ്. എറണാകുളത്ത് നിന്ന് ഡോക്ടർ അഖിൽ കൃഷ്ണനാണ്. താങ്ക് യു ഡോക്ടർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകളെ ആര്യയ്ക്ക് 3 വയസ്സായിട്ടുണ്ട്, പക്ഷേ സംസാരശേഷി ലഭിക്കാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സംസാരശേഷി ആ കുഞ്ഞിന് ലഭിക്കട്ടെ. യേശുവിൻ നാമത്തിൽ അവളുടെ വായെ ഞങ്ങളിപ്പോൾ തുറക്കുകയാണ്, അധികാരത്തിൽ ഞങ്ങളിപ്പോൾ തുറക്കുകയാണ്. താങ്ക് യു ലോർഡ്. ശബ്ദങ്ങൾ മാറാൻ തുടങ്ങട്ടെ കർത്താവേ, സിലബിൾസിലോട്ട് മാറട്ടെ കർത്താവേ, വാക്കുകളിലോട്ട് അത് മാറട്ടെ കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മകളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് എൽസി ഉതുപ്പാണ് അടുത്ത നമ്മുടെ സ്പോൺസർ. താങ്ക് യു സിസ്റ്റർ എൽസി. എൽസി ഉതുപ്പിന്റെ 50ാമത്തെ വിവാഹ വാർഷികമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശാരീരികമായി സൗഖ്യം ലഭിക്കുവാൻ, ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ, ആത്മീകമായി കൂടുതൽ വളരുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ കേൾക്കാൻ പോകുന്ന സന്ദേശം ബ്ലെസ്സിങ്സ് ഓൺ ഹോളിനെസ്, വിശുദ്ധിയാലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത്. പക്ഷെ അതിനു മുൻപ് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ഈ വ്യാഴാഴ്ച ബ്രദർ ഡാമിൻ ഖത്തറിലേക്ക് എത്തിച്ചേരുകയാണ്, വെള്ളിയാഴ്ച ദുബായിലുണ്ട്. ഈ മീറ്റിങ്ങുകളിൽ കടന്നുപോയി അറ്റൻഡ് ചെയ്യാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുമായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരെയും വീണ്ടും ഇങ്ങനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ? ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ സ്ഥിരമായി കാണുന്ന ഒത്തിരി പേരുണ്ട്. ചിലരതിന് അഡിക്റ്റഡ് ആണെന്നറിയാം. എല്ലാ ദിവസവും നോട്ട്സ് എഴുതുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവർ തന്നെ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. എപ്പോഴും അതാണ്, എന്ത് നമുക്ക് കിട്ടിയാലും മറ്റുള്ളവർക്ക് കൊടുക്കുക. എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. ഒന്നും എൻ്റേതായിട്ട് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കർത്താവ് എന്നെ ഏൽപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും. ഓൾറൈറ്റ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് 7 ബ്ലെസ്സിങ്സ് ഓൺ ഹോളിനെസ്. വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, എനിക്ക് അശുദ്ധിയുടെ വഴി വേണ്ട, വിശുദ്ധിയുടെ വഴി മതി എന്നൊരാൾ തീരുമാനിച്ചാൽ, ആ തീരുമാനത്തിൻ്റെ മേൽ, അയാളുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ മേൽ ദൈവം അയക്കുന്ന 7 അനുഗ്രഹങ്ങൾ പറയാൻ പോവുക. ആർ യു റെഡി? എഴുതുന്നവർ നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക. ടൈപ്പ് ചെയ്യുന്നവർ ഫോണിലായിരിക്കാം, നിങ്ങളുടെ ഗാഡ്ജറ്റുകളിലായിരിക്കാം. യു ക്യാൻ ഡു ദാറ്റ്. ഓൾവേസ് റെക്കോർഡ്. എൻ്റെ വചനം അല്ലട്ടോ, ഇത് കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് വളരെ കാര്യഗൗരവത്തോടുകൂടെ അത് ഡീൽ ചെയ്യണം, ഞാനും നിങ്ങളും. ഓൾറൈറ്റ്. Blessings on holiness. 7 blessings on holiness. Number 1, we will see God. വിശുദ്ധിയിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ
ജീവിക്കുമെങ്കിൽ നമ്മൾ ദൈവത്തെ കാണും. ഞാൻ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, when I speak about holiness, it is not man's holiness, it is not self-holiness. This is about God's holiness that we follow, that we want to grow into. നമ്മളെല്ലാവരും വഴിതെറ്റി പാപികളും അശുദ്ധരൊക്കെ ആയിപ്പോയവരാണ്. എന്തെങ്കിലും വിശുദ്ധി കിട്ടുന്നുണ്ടെങ്കിൽ അത് കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിശുദ്ധിയേ ഉള്ളൂ. രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ വിശുദ്ധി നമുക്ക് സൗജന്യമായി കിട്ടുന്നു. എന്നാൽ ഈ വിശുദ്ധി അന്ന് ഞാനെല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ജീവിക്കാൻ നമുക്ക് പെർമിഷനില്ല. വിശുദ്ധിയിൽ നമ്മൾ നടക്കണം. മാത്രമല്ല, ഈ പറയുന്ന വിശുദ്ധി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഹോളിനെസ് കൂടെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. എന്ന് വെച്ചാൽ പ്രായോഗികമായി നമ്മൾ ജീവിക്കുമ്പോൾ മാറ്റിക്കളയേണ്ട കാര്യങ്ങൾ മാറ്റിക്കളയണം. ചില അസോസിയേഷൻസ്, ചില റിലേഷൻഷിപ്സ്, ഇതെല്ലാം നമ്മൾ കളഞ്ഞ് കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് വളരാനുള്ളൊരു സമർപ്പണത്തോടു കൂടിയുള്ളൊരു ജീവിതം. അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 7 അനുഗ്രഹങ്ങൾ. നമ്പർ 1 കുറിക്കുക, എഴുതുക. വി വിൽ സീ ഗോഡ്. നാം ദൈവത്തെ കാണും. നാം ദൈവത്തെ കാണും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ലെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു അല്ലേ? 1-2 വചനങ്ങൾ കൂടെ ഞാൻ തരാം. മാത്യു 5:8, മത്തായി എഴുതിയ സുവിശേഷം 5:8. അതിൽ ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ വിൽ സീ ഗോഡ്. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി ഉള്ളവർ ദൈവത്തെ കാണും. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന്, കാണാൻ പറ്റുകയില്ലെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ഒരു ബൈബിൾ കോൺട്രഡിക്ഷൻ ആണോ? ഇവിടെ കോൺട്രഡിക്ഷൻ ഒന്നുമില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഈ കണ്ണുണ്ട്. ദൈവത്തെ കണ്ടു എന്ന് പറയുന്ന ഒത്തിരി പേര് ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെ കണ്ടു? സ്പിരിച്വൽ ഐസിലൂടെ. നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിലുള്ളതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റ് ബോഡിക്കും സ്പിരിച്വൽ സെൻസസ് ഉണ്ട്. ദർശനങ്ങൾ കാണുന്നു. ചിലരോ സ്വർഗത്തിൽ പോയി സ്വർഗം കാണുന്നു. ചിലർ യേശുവിനെ കാണുന്നു. ചിലർ യേശുവിൻ്റെ പാദങ്ങൾ കാണുന്നു. യേശുവിൻ്റെ വസ്ത്രം കാണുന്നു. യേശുവിൻ്റെ മുഖം നേരിട്ട് കണ്ടു എന്ന് പറയുന്നൊരു കുറവാണ്, എന്നാലും കണ്ടവരുണ്ട്. സോ മാത്യു 5:8 ഇവിടെ ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ വിൽ സീ ഗോഡ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഈ കണ്ണല്ലല്ലോ, ഹൃദയത്തിൻ്റെ കണ്ണുകളാണ്. ഇതിൻ്റെ ഒരർത്ഥം ഇതാണ്, വി വിൽ റിസീവ് ദ റൈറ്റ് റെവലേഷൻ അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് നമുക്ക് ലഭിക്കും. ഒത്തിരി പേർക്കും ദൈവത്തെക്കുറിച്ച് റെവലേഷൻ ഇല്ല. ഇൻഫർമേഷൻ കിട്ടി കാണും, പലരും പറഞ്ഞത് കേട്ട് കാണും, പല അന്ധവിശ്വാസങ്ങളും തലയ്ക്കകത്ത് കാണും, മിഥ്യാധാരണകൾ കാണും ദൈവത്തെക്കുറിച്ച്. ബട്ട് അവർ ദൈവത്തെ കാണും. ബ്ലെസ്ഡ് ആർ ദ പ്യൂർ ഇൻ ഹാർട്ട്, ഫോർ ദേ വിൽ സീ ഗോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ്, ദേ വിൽ റിസീവ് ദ റൈറ്റ് റെവലേഷൻ അബൌട്ട് ഗോഡ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്ക് കിട്ടും. ചിലപ്പോൾ ഓപ്പൺ വിഷനായിട്ട് ദൈവത്തെ കാണണമെന്നില്ല. എന്നാൽ ഒരു നാളിൽ നമ്മളെല്ലാവരും ദൈവത്തെ കാണും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒത്തിരി പേരുണ്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് നമ്പർ 14, എബ്രായ ലേഖനം 12:14. മേക്ക് എവറി എഫേർട്ട് ടു ലിവ് ഇൻ പീസ് വിത്ത് എവറി വൺ. എല്ലാവരുമായും സമാധാനത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുക. ശ്രമിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള എല്ലാ പ്രയത്നവും കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ടു ബി ഹോളി, വിശുദ്ധിയിൽ ജീവിക്കാൻ എല്ലാവിധ പരിശ്രമവും നടത്തുക. വിതൗട്ട് ഹോളിനെസ് നോ വൺ വിൽ സീ ദ ലോർഡ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. അതിൻ്റെ അർത്ഥം ശുദ്ധീകരണം നടന്നാൽ ദൈവത്തെ കാണാൻ കഴിയും. സോ ബ്ലെസ്സിങ് നമ്പർ 1, വി വിൽ സീ ഗോഡ്. എൻ്റെ മനസ്സിൽ വരുന്ന 1-2 കാര്യങ്ങൾ പറയാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഉപരിപഠനത്തിന് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ
അക്കോമഡേഷൻ ഷെയർഡ് അക്കോമഡേഷനാണ്. ചിലപ്പോൾ ഒരു റൂമിൽ തന്നെ, ഹോസ്റ്റൽ റൂമിൽ 3-4 കുട്ടികളുണ്ടായിരിക്കും. ഡോർമിറ്ററി ഫെസിലിറ്റി ആയിരിക്കാം. എല്ലാ കുട്ടികളും വളരെ ഫിൽത്തി ലൈഫ് ജീവിക്കുന്നവരാകാം. ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, ആവശ്യമില്ലാത്ത മൂവീസ് കാണുന്നു, എന്ന് വെച്ചാൽ ഗാർബേജ് സ്റ്റാഫ്, വളരെ മോശമായ ഒരു ടോക്സ്, ഫിൽത്തി ലാംഗ്വേജ് അവർ സംസാരിക്കുന്നു, വളരെ മോശം ലാംഗ്വേജ്. അതിനിടയിൽ രക്ഷിക്കപ്പെട്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ആൺകുട്ടി എന്ന് വിടുകയാണ് എന്നിരിക്കട്ടെ. എല്ലായ്പ്പോഴും റൂമിനകത്തുള്ള അറ്റ്മോസ്ഫിയർ തന്നെ എന്താണ്? വല്ലാത്ത ഒരു അൺഹോളി അറ്റ്മോസ്ഫിയറാണ്. ഈ സമയത്ത് ഒത്തിരി ദൈവമക്കളും ഇങ്ങനെ വല്ലാതെ സ്ട്രഗിളിലായി പോകും. സ്ട്രഗിൾ ഇല്ലെങ്കിൽ, അതായത് അതിനകത്തൊരു സഫക്കേഷൻ പോലെ, ഉദാഹരണത്തിന് ഒരിക്കൽ പോലും പുകവലിച്ചിട്ടില്ലാത്ത ഒരാൾ പുകവലിക്കുന്നൊരു മുറിയിൽ, സ്മോക്കിംഗ് റൂമിൽ, സ്മോക്കിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പെട്ടുപോയാലുള്ള ഒരു ശ്വാസം മുട്ടലുണ്ട്. അങ്ങനത്തെ ഒരു അസ്വസ്ഥത തോന്നുവാണെങ്കിൽ രക്ഷപ്പെട്ടു. വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ഒരു 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 ഡിസയർ അകത്തുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അവരുമായി പൊരുത്തപ്പെടാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. എന്നാൽ വീട്ടിൽ നിന്ന് മാറി ഒരല്പം സ്വാതന്ത്ര്യം കിട്ടി, പാസ്റ്ററില്ല, ആത്മീയമായി നമ്മളെ നോക്കുന്ന, ഒബ്സർവ് ചെയ്യുന്ന ആരുമില്ല, ഫ്രീഡം കിട്ടി എന്ന രീതിയിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുകയാണെങ്കിൽ that is dangerous. എൻ്റെ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു കോണ്ടെക്സ്റ്റാണ്. ഇതുപോലുള്ള പല പല സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ കാണും. ജോലി സ്ഥലത്ത്, ഓഫീസ് റൂമിൽ, ബിസിനസ് പാർട്ട്നേഴ്സിനിടയിൽ, കോളനിയിൽ, ഒരു ഹൗസിംഗ് വില്ലയിൽ താമസിക്കുമ്പോൾ ഒക്കെ ഇത് വരാം. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. നമ്പർ 2, പ്യൂർ ലവ് കംസ് ഔട്ട് ഓഫ് ഹോളിനെസ്. അടുത്തൊരു ബ്ലെസ്സിങ് ആണ്. വിശുദ്ധിയിൽ നിന്നും നിർമ്മലമായ സ്നേഹം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അടുത്തൊരു വലിയ അനുഗ്രഹമാണത്. 1 തിമോത്തിയോസ് 1:5 കാണുന്നത്, ദ ഗോൾ ഓഫ് ദിസ് കമാൻഡ് ഈസ് ലവ് വിച്ച് കംസ് ഫ്രം എ പ്യൂർ ഹാർട്ട് ആൻഡ് എ ഗുഡ് കോൺഷ്യൻസ് ആൻഡ് എ സിൻസിയർ ഫെയ്ത്ത്. കണ്ടോ, ഈ ആജ്ഞയുടെ ഉദ്ദേശം എന്ന് പറയുന്ന, ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം വരുന്നത് വിച്ച് കംസ് ഫ്രം എ പ്യൂർ ഹാർട്ട്, ഒരു നിർമ്മല ഹൃദയത്തിൽ നിന്നാണ്. ആൻഡ് എ ഗുഡ് കോൺഷ്യൻസ്, നല്ലൊരു മനസാക്ഷി. ആൻഡ് എ സിൻസിയർ ഫെയ്ത്ത്, ഒരു നിർവ്യാജമായ വിശ്വാസം. കണ്ടോ, അപ്പോൾ നിർമ്മലമായ ആ സ്നേഹം പുറത്തേക്ക് ഒഴുകുന്നത് വിശുദ്ധിയുള്ള ഹൃദയത്തിൽ നിന്നാണ്. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. ഒന്ന് പ്രാർത്ഥിച്ച്, ഇപ്പം ഇരിപ്പിലൊന്ന് പ്രാർത്ഥിച്ച്, ഇതൊക്കെ ടൈപ്പ് ചെയ്തെടുക്കണേ, എഴുതണേ, കമൻറ്റ് സെക്ഷനിൽ ഇടണം. വിശുദ്ധിയുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് നിർമ്മലമായ നിർവ്യാജമായ സ്നേഹം പുറത്തേക്ക് ഒഴുകും. വാവ്! ഞാൻ വിശ്വസിക്കുന്ന ഈ സീസണിൽ മോർണിംഗ് ഗ്ലോറിക്കാരെ എല്ലാം കർത്താവ് അങ്ങ് അനുഗ്രഹിക്കാൻ പോവാ. എന്തിൽ? വിശുദ്ധിയുടെ പടവുകൾ കയറാൻ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇന്ന് വിശുദ്ധീകരിച്ചാൽ നാളെകളിൽ അത്ഭുതമാണ്. പലരുടെ അത്ഭുതം തടുക്കപ്പെടുന്നത് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്, ശ്രമമില്ലാത്തത് കൊണ്ടാണ്. അടുത്തതിലേക്ക് പോകാം. നമ്പർ 3, ഇറ്റ് എനേബിൾസ് us to worship God in the proper way. ശരിയായ രീതിയിൽ ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധിയിൽ ജീവിക്കുന്നത് നമ്മളെ സഹായിക്കും, നമുക്ക് കഴിവ് നൽകും. വാക്യം ഇതാണ്, റോമലേഖനം 12:1, Romans 12:1. Therefore I urge you, brothers and sisters, in view of God's mercy, to offer your bodies as a living sacrifice, holy and pleasing to God. This is your true and proper worship. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചിട്ട് പറയുവാൻ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി, വിശുദ്ധിയും പൂർണ്ണതയുള്ള ദൈവപ്രസാദവും ഉള്ള ഒരു ആരാധനയായി, ഒരു യാഗമായി സമർപ്പിപ്പിൻ. എൻ്റേതായ ഒരു പരിഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, അവിടെ ശരിയായ ഒരു 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 വർഷിപ്പ്,
ദൈവത്തിനുള്ള ആരാധന ഉയർന്നു വരുന്നത് എവിടെ നിന്നാണ്? ഹോളിനെസ്, ഹോളി ആൻഡ് പ്ലീസിങ് ടു ഗാഡ്. വിശുദ്ധിയിൽ നിന്നാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അല്ലെങ്കിൽ ശരിയായ ദൈവം അംഗീകരിക്കുന്ന, ദൈവം സ്വീകരിക്കുന്ന ആരാധന പുറത്തു വരുന്നത് വിശുദ്ധിയിലൂടെയാണ്. ദാറ്റ് ഈസ് സംതിങ് അമേസിങ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, വിശുദ്ധിയില്ലാതെ എന്ത് കാണിച്ചു കൂട്ടിയാലും അത് ദൈവം അംഗീകരിക്കുന്ന ആരാധന ആകുകയില്ല. കയീൻ യാഗം കഴിച്ചു, ഹാബേൽ യാഗം കഴിച്ചു തുടക്കത്തിൽ തന്നെ. പക്ഷെ അവിടെ കാണുന്നത് ഒരാളുടെ ആരാധന ദൈവം സ്വീകരിച്ചു, മറ്റേ ആളുടെ സ്വീകരിച്ചില്ല. അതിൻ്റെ അർത്ഥം ഭൂമിയിൽ നിന്നും ഉയരുന്ന എല്ലാ ആരാധനാക്രമങ്ങളും ദൈവം സ്വീകരിക്കുന്നില്ല. ദൈവം സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധിയിൽ നിന്നുള്ള ആരാധന ആയിരിക്കണം. ഇനി അടുത്തതിലേക്ക് പോകാൻ പോവുക. ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞോട്ടെ. ഇപ്പോൾ ആഗോള വ്യാപകമായി ഞായറാഴ്ചയാണല്ലോ ആരാധന ദിവസമായി. സഭായോഗങ്ങൾ, വർഷിപ്പ് സർവീസസ് നടക്കുന്നത് സൺഡേ ആണ്. മിഡിൽ ഈസ്റ്റിലും അങ്ങനെ ചില കൺട്രീസിലൊക്കെ ഫ്രൈഡേ ഇപ്പോഴും നടക്കുന്നുണ്ട്. എന്നാൽ പൊതുവേ എത്രയോ ബില്യൺ ആളുകളായിരിക്കും ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൂടാതെ ഇടദിവസങ്ങളിലൊക്കെ ആരാധനകൾ ഒത്തിരി സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഈ ആരാധന മുഴുവൻ വിശുദ്ധിയിൽ നിന്നാണോ എന്നത് അനലിറ്റിക്കലി സർവേ ചെയ്യാൻ സ്വർഗത്തിന് സാധിക്കും. എല്ലാ പാട്ടുകളും ദൈവം സ്വീകരിക്കുന്നില്ല, എല്ലാ ആരാധനയും ദൈവം സ്വീകരിക്കുന്നില്ല, എല്ലാ സ്തോത്രവും ദൈവം സ്വീകരിക്കുന്നില്ല, എല്ലാ ഹല്ലേലൂയ വിളികളും ദൈവം സ്വീകരിക്കുന്നില്ല. വിശുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആരാധന മാത്രമേ സ്വർഗത്തിൽ എത്തുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നാലാമത്തേത്, വി ബിക്കം യൂസ്ഫുൾ ടു ദ മാസ്റ്റർ. നാം യജമാനന് പ്രയോജനമുള്ളവരായി, ഉപയോഗമുള്ളവരായി മാറുന്നു വിശുദ്ധിയിലായിത്തീരുമ്പോൾ. 2 Timothy chapter 2 verse number 21. 2 തിമോഥെയോസ് 2:21. Those who cleanse themselves from the latter will be instruments for special purposes, made holy, useful to the master. Made holy, useful to the master. Made holy, useful to the master. And prepared to do any good work. ഈ 20ാമത്തെ വചനത്തിൽ, ഇതിന് തൊട്ടുമുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ പലതരം പാത്രങ്ങളുണ്ട്. ചിലത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കും, ചിലത് മോശം കാര്യങ്ങൾക്ക് വേണ്ടി, ഹീന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ പലതരം പാത്രങ്ങളുണ്ട്. ചിലതൊക്കെ പൂപാത്രങ്ങളായി എല്ലാവരും കാണത്തക്ക രീതിയിൽ വയ്ക്കുന്നു. ചിലതൊക്കെ ആരും കാണാതെ ഒളിച്ചു വയ്ക്കുന്നു. എന്തെങ്കിലും അഴുക്ക് എടുത്ത് മാറ്റാനോ വേസ്റ്റ് ഇടാനോ ഒക്കെയുള്ള പാത്രങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ഉടൻ തന്നെ പറയാണ്, ദോസ് ഹൂ ക്ലെൻസ് ദംസെൽവ്സ്. പാത്രങ്ങളെക്കുറിച്ചല്ല കാര്യം അവിടെ പറയുന്നത്. ദോസ് ഹൂ ക്ലെൻസ് ദംസെൽവ്സ്, തന്നെത്താൻ ശുദ്ധീകരിക്കുന്നവർ. പറഞ്ഞേ, തന്നെത്താൻ, വേറെ ആരുമല്ല. ഒരു പാസ്റ്റർ വന്നിട്ടല്ല ശുദ്ധീകരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷകർ വന്നിട്ടല്ല ശുദ്ധീകരിക്കുന്നത്. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കണം. ദോസ് ഹൂ ക്ലെൻസ് ദംസെൽവ്സ് from the latter will be instruments for special purposes. പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി അവരത് ഉപയോഗിക്കും. Made holy and useful to the master. അവർ ശുദ്ധീകരിക്കപ്പെടുന്നതിലൂടെ അവർ യജമാനന് പ്രയോജനമുള്ളവരായി മാറുന്നു. സോ നമ്മിൽ പലരും ദൈവത്തിന് പ്രയോജനപ്പെടാതിരിക്കാൻ കാരണം വേണ്ടത്ര വിശുദ്ധിയിലേക്ക് വളരാൻ, ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള വിശുദ്ധിയിലേക്ക് വളരാൻ പലപ്പോഴും നമുക്ക് മനസ്സില്ല. നമ്പർ 5, we will grow stronger. നമ്മൾ ശക്തരായി മാറും. Job 17 verse number 9. Nevertheless, the righteous will hold to their ways, and those who with clean hands will grow stronger. കൈവെടിപ്പുള്ളവർ, കൈകൾ ശുദ്ധിയുള്ളവരാണെങ്കിൽ, അഥവാ നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധിയുള്ളതാണെങ്കിൽ, they will grow stronger. അവർ കൂടുതൽ ശക്തരായി മാറും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ഒരു മോറൽ കറേജ് ഉണ്ട്, ഒരു മോറൽ സ്ട്രെങ്ത് ഉണ്ട്. ആരുടെ മുമ്പിൽ നിൽക്കാം? ഞാൻ ചോദിക്കട്ടെ,
നമ്മൾ മോഷണമൊന്നും ചെയ്തിട്ടില്ല. ഒരു പോലീസ് വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തെറ്റിലൊന്നും ജീവിച്ചിട്ടില്ല. ഏത് കോടതിയുടെ മുമ്പിലും നമുക്ക് ധൈര്യത്തോടെ നിന്നൂടെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് അവരുടെ ഫേഷ്യൽ മസിൽസൊക്കെ ആ രീതിയിൽ നിഷ്കളങ്കനെ പോലെ ആക്കാൻ വേണ്ടി ഒത്തിരി ശ്രമം നടത്തേണ്ടി വരും. എന്നാൽ തെറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു കൂസലും ഇല്ലാതെ നിൽക്കാൻ കഴിയും. ആരുടെ മുമ്പിലും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നോ, എന്തുവേണം ചെയ്തു, നോ, ഐ ഡോണ്ട് കെയർ. അതാണ് വി വിൽ ഗ്രോ സ്ട്രോങ്ങർ. വിശുദ്ധിയിൽ ജീവിക്കുന്നവർ ശക്തരായിക്കൊണ്ടിരിക്കും. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. നമ്പർ 6, the second death has no power over them. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് രണ്ടാം മരണത്തിന് അവരുടെ മേൽ ഒരു ശക്തിയുമില്ല, ഒരു സ്വാധീനവുമില്ല. വിശുദ്ധിയിൽ ജീവിക്കുന്നവരുടെ മേൽ രണ്ടാം മരണത്തിന് ഒരു കാര്യമില്ല. അതെന്താണെന്ന് പറയാം. റെവലേഷൻ ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 6, വെളിപ്പാട് പുസ്തകം 20:6. Blessed and holy are those who share in the first resurrection. ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ വിശുദ്ധരും അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്, ഭാഗ്യവാന്മാരാണ് എന്നാണ് മലയാളം ട്രാൻസ്ലേഷൻ. എന്നാൽ അനുഗ്രഹീതരാണ്, ഒന്നാം പുനരുത്ഥാനത്തിൽപ്പെട്ടു. അപ്പോൾ ഒന്നാം പുനരുത്ഥാനത്തിൽ വരുന്നത് ആരാണ്? വിശുദ്ധിയിൽ ജീവിക്കുന്നവർ. The second death has no power over them. അവരുടെ മേൽ രണ്ടാം മരണത്തിന് ഒരു ദോഷവും ചെയ്യാൻ സാധ്യമല്ല. But they will be priests of God and of Christ and will reign with him for 1,000 years. അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ, ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെ പുരോഹിതന്മാരായി 1000 ആണ്ട് അവനോടൊപ്പം വാഴും. ഇത് സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്ന അതിൽ അവർക്ക് പങ്കാളിത്തം ലഭിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ പൊതുവെ പറയുന്നത് രണ്ടാം മരണം അഥവാ നിത്യമരണം, നിത്യനരകത്തിൽ അവർക്ക് പോകേണ്ടി വരില്ലെന്നാണ് അർത്ഥം. അടുത്തത് 7-ാമത്തേത്, ഇറ്റ് ഹെൽപ്സ് us to sustain our blessings once received. ഒരിക്കൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നിലനിർത്താൻ അത് നമ്മളെ സഹായിക്കും. വിശുദ്ധിയിൽ ജീവിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ, സ്വാതന്ത്ര്യം ഇതെല്ലാം നിലനിൽക്കും. അശുദ്ധിയിലേക്ക് തിരിഞ്ഞാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. പ്രൂവ് ചെയ്യാം. യോഹന്നാൻ 5:14, John 5:14. Later, Jesus found him at the temple and said to him, "See, you are well again. Stop sinning, and something worse may happen to you." ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെഥസ്ത കുളത്തിൻ്റെ അരികിൽ കിടന്നിരുന്ന ഒരു തീരാവ്യാധിക്കാരൻ രോഗി, 38 വർഷമായിട്ട് കിടക്കുന്ന രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ യേശു പിന്നീട് ദേവാലയത്തിൽ വെച്ച് അയാളെ കണ്ടു. അവിടെ വെച്ച് സൗഖ്യം കൊടുത്തു. അയാൾ എഴുന്നേറ്റ് പോയി, കിടക്കെടുത്തോണ്ട് പോയി. ദേവാലയത്തിൽ വെച്ച് വീണ്ടും കണ്ടപ്പോൾ യേശു അയാളോട് പറയാം, "സി, യു ആർ വെൽ അഗൈൻ. ഇത് നിനക്ക് സൗഖ്യം കിട്ടി. സ്റ്റോപ്പ് സിന്നിങ് ഓർ സംതിങ് എൽസ് മേ ഹാപ്പൻ ടു യു." ഇനിമേലിൽ നീ പാപം ചെയ്യരുത്, കൂടുതൽ വഷളായത് സംഭവിക്കാതിരിക്കാൻ ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ കിട്ടിയ സൗഖ്യം നിലനിർത്താൻ യേശു പറയുകയാണ്, നിനക്കൊരു സൗഖ്യം കിട്ടി, ഇത് നിലനിൽക്കണമെങ്കിൽ ഇനി പാപം ചെയ്യാൻ പോകരുത്. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നത്, ഇയാൾ പണ്ട് ചെയ്ത പാപങ്ങളൊക്കെ നിമിത്തമാണ് അയാൾ ഇങ്ങനെ രോഗിയായി കിടപ്പിലായത്. ഇപ്പം യേശു പറയാൻ നിനക്ക് വേഗം സൗഖ്യം തന്നു, ഫ്രീ ആയിട്ട് തന്നു, ഒന്നും ചോദിച്ചില്ല മീൻസ് ഒന്നും ചാർജ് ചെയ്യാതെ. എന്നാൽ ഇനി പാപം ചെയ്താൽ നിനക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മേലിൽ പാപത്തിൻ്റെ വഴിക്ക് പോയേക്കരുത്, വിശുദ്ധിയിൽ ജീവിക്കണം. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് 7 അനുഗ്രഹങ്ങൾ തന്നു. വിശുദ്ധിയിൽ ജീവിച്ചാൽ 7 അനുഗ്രഹം എത്ര പേർക്ക് വേണം? കുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അതൊന്ന് ടൈപ്പ് ചെയ്തിടുക. ഇനി ടൈപ്പ് ചെയ്തിടാൻ അറിയാത്തവർ നോ പ്രോബ്ലം, പക്ഷെ നിങ്ങൾക്ക് എഴുതി വെച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലെസ്സിങ് ഗ്രൂപ്പ് എടുക്കാം, ഓൺലൈനോ ഓഫ്ലൈനോ ഒക്കെ എടുക്കാം. അവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഒത്തിരി പേര് ദൈവവചനം കേട്ട് വളരട്ടെ.
നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിൽ അതൊക്കെ ഒന്ന് എടുത്തിടുക, ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൈനീട്ടാം. കർത്താവ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപൂർവമായ രോഗങ്ങൾ വരെ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസിഡിറ്റി ഉള്ളവർ സൗഖ്യമാകട്ടെ. ക്യാൻസർ ബാധിച്ചവർ സൗഖ്യമാകട്ടെ. എല്ലാ മാരകമായ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതുപോലെ ഡെലിവറിക്ക് ശേഷമുള്ള ചില കോംപ്ലിക്കേഷൻസ് യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് അങ്ങനെയുള്ള സഹോദരിമാർ പുറത്തു വരട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ചില പ്രാർത്ഥന വിഷയങ്ങളിങ്ങനെ എഴുതി പുസ്തകത്തിലോ പ്രേയർ ഡയറിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ലൈവ് ചാറ്റിൽ പ്രാർത്ഥന വിഷയങ്ങൾ ഇട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഏത് വിഷയത്തിലും നീ വിടുതൽ കൊടുത്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.